അർജുൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം അർജുൻ ജീവനോട് കൂടി തിരിച്ചു വരുമെന്നുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് 2013 നടന്നേക്കുന്ന ഒരു സംഭവമാണ്. നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വീഡിയോ ആണ്. 2013 മെയ് 26 റെസ്ക്യൂ മിഷനായിട്ട് പോയിരിക്കുന്ന സ്കൂബ ഡൈവേഴ്സ് വെള്ളത്തിൻ്റെ അടിയിൽ, അതും അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമുദ്രങ്ങളിൽ ഒന്നായിട്ട് നിൽക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഒരു ബോട്ട് കണ്ടെത്താനായിട്ടും അതിൻ്റെ ഉള്ളിലുള്ള മൃതദേഹങ്ങളെ പുറത്തെടുക്കാനായിട്ട് പോയിരിക്കുന്ന സ്കൂബ ഡൈവേഴ്സ് വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോയിരിക്കുന്ന സമയത്ത് ഇവരുടെ മുന്നിലോട്ട് അപ്രതീക്ഷിതമായിട്ട് ഒരു കൈ മുന്നോട്ടേക്ക് കയറി വരാണ്. ഈ കൈകൾ ഈ റെസ്ക്യൂ മിഷൻ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലോട്ട് കയറി പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, വെള്ളത്തിൻ്റെ അടിയിൽ, അതും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുണ്ടായ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു ബോട്ടിൻ്റെ അകത്ത് 3 ദിവസമായിട്ട് ഒരാൾ ജീവനോട് കൂടിയിരിക്കുന്നു. ഇതാണ് ഹാരിസൺ ഒക്കീനി എന്ന് പറയുന്ന ഒരു നൈജീരിയക്കാരൻ. 2013 മെയ് 26 തൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ബോട്ട് അപ്രതീക്ഷിതമായിട്ട് വലിയൊരു കാറ്റും മഴയൊക്കെ വന്നുകൊണ്ട് വലിയ രീതിയിലുള്ള തിരമാലകൾ മറ്റൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ബോട്ട് വെള്ളത്തിൻ്റെ അടിയിലോട്ട് മുങ്ങിപ്പോകുന്നൊരവസ്ഥ വരുന്നു. വെള്ളത്തിൻ്റെ അടിയിലോട്ട് ഒരു ബോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരാൾക്ക് പോലും രക്ഷപ്പെടാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഷനുകളിൽ അല്ലെങ്കിൽ സമുദ്രങ്ങളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വലിയൊരു സമുദ്രനിരയാണ്. ഈ ഒരു അറ്റ്ലാന്റിക് ഓഷൻ്റെ ഏറ്റവും താഴെ, അതും ഹൈ പ്രഷറിൽ വെള്ളം വരുന്ന സമയത്ത് ഇപ്പം ഈ പറയുന്ന പോലെ ഷിരൂര്, ആ ഒരു ഗംഗാവലി എന്ന് പറയുന്ന പുഴയെ കുറിച്ച് പറഞ്ഞു തന്നൊരു കാര്യം ഉണ്ടായിരുന്നു. വലിയ രീതിക്കുള്ള ഒരു കുത്തൊഴുക്കാണ് ഈ ഒരു പുഴയുടെ അടിഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ റെസ്ക്യൂ മിഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിക്കിടന്നായിരുന്ന ഒരു ബോട്ടിന്റെ അകത്ത് ഹാരിസൺ ഒക്കീനി എന്ന് പറയുന്ന നൈജീരിയക്കാരൻ ജീവിച്ചിരുന്നായിരുന്നതിന്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മധൈര്യം തന്നെയായിരുന്നു. കാരണം വെള്ളത്തിന്റെ അടിയിൽ ചെറിയൊരു പോക്കറ്റ്, എയർ പോക്കറ്റ് എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അവിടെ നിന്ന് ശുദ്ധമായിട്ടുള്ള വായു ശ്വസിച്ചുകൊണ്ടാണ്, വായു മാത്രം ശ്വസിച്ചുകൊണ്ടാണ് 3 ദിവസങ്ങളോളം ഇദ്ദേഹം വെള്ളത്തിന്റെ അടിയിൽ ജീവിച്ചിരുന്നതെന്നുള്ളൊരു കാര്യമാണ് ഇദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററിയിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കടലിനകത്ത് നമുക്കറിയാം ഉപ്പുവെള്ളമാണ്, നല്ല രീതിക്കുള്ള ഓക്സിജൻ സപ്ലൈ കിട്ടുമെന്നുള്ളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഉള്ളിൽ നമുക്ക് ഓക്സിജൻ സപ്ലൈ കിട്ടുമെന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ചെറിയൊരു എയർ പോക്കറ്റിൻ്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം കുറവായതുകൊണ്ട് എന്നുള്ളൊരു ഭാഗ്യം കൊണ്ടും ഓക്സിജൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായതുകൊണ്ടും ഇദ്ദേഹം ചെറിയൊരു ബെഡും മറ്റൊക്കെ വിരിച്ചുകൊണ്ട് ഈ ഒരു ബെഡിൻ്റെ മുകളിൽ കയറി ഇരുന്നു കൊണ്ട് ശ്വാസം വലിച്ചുകൊണ്ട്, അതായത് മുഖം മാത്രം പുറത്തേക്കിട്ട് ശ്വാസം വലിച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ ജീവിച്ചിരുന്നായിരുന്നു. അങ്ങനെ 3 ദിവസങ്ങൾക്ക് ശേഷം, കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 രാത്രി 3 പകലും കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ റെസ്ക്യൂ മിഷന് വേണ്ടിയിട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാർ വന്നിരിക്കുന്ന സമയത്ത് അവർ രക്ഷപ്പെടുത്തിയിരിക്കുന്ന ഒരു രംഗമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുൻ എന്ന് പറയുന്ന 30 വയസ്സുകാരനെ കുറിച്ച് പറയുന്ന സമയത്ത് കോഴിക്കോട് എന്ന് പറയുന്ന കണ്ണടിക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് പോയിരിക്കുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിൻ്റെ വലിയൊരു അത്താണിയാണ് അദ്ദേഹം. മാംഗ്ലൂർ ഗോവ റൂട്ടിലൂടെ ഇദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ലോറിയിൽ ഇദ്ദേഹം വിശ്രമിക്കുകയായിരുന്നു എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്നൊരു വലിയൊരു മണ്ണിടിച്ചിലുണ്ടാവുന്നു. ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വണ്ടി നിർത്തിയിട്ടായിരുന്നത്. ഇതുവരെയും ആ ലോറി കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വന്നിരിക്കുന്ന GPS ലൊക്കേഷൻ എല്ലാം കൂടി ട്രേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അനുമാനിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഉണ്ടായിരുന്നത് ഷിരൂർ തന്നെയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അവിടെ വെച്ച് വലിയൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നു. ഒരുപാട് പേര് ആ ഒരു ലാൻഡ് സ്ലൈഡിൽ, ആ ഒരു മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടു പോകുന്നു. ഒരുപാട് വണ്ടികൾ കിലോമീറ്റർ കണക്കിന് അപ്പുറത്തു നിന്ന് കണ്ടെത്തുന്നു. ഇങ്ങനെയുള്ളൊരു അവസ്ഥ നിൽക്കുന്ന സമയത്ത് ജൂലൈ 16 ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്ന സമയത്ത് ന്യൂസ് മീഡിയകളിലൊക്കെ ചെറിയ രീതിക്കുള്ള വാർത്തകളും മറ്റൊക്കെ ആയിരുന്നെങ്കിലും ജൂലൈ 18 തൊട്ടാണ് ഈ ഒരു വാർത്ത വലിയ രീതിക്കുള്ള ഒരു സെൻസേഷണൽ ന്യൂസ് ആയിട്ട് മാറിയത്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹം ഈ ഒരു മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ബെൻസ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ലോറി, ഭാരത് ബെൻസ് എന്ന് പറയുന്ന ഈ ലോറി എന്ന് പറയുന്നത് കേരള രജിസ്ട്രേഷനിലല്ല ചെയ്തതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു വാർത്തകളൊക്കെ മറ്റു കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈസി ആയിട്ട്, വളരെ സിമ്പിളായിട്ട് ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ തീർക്കാനായിട്ട് പറ്റുന്നൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന വീഴ്ചകളും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്, കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരുപാട് വീഴ്ചകളെ കുറിച്ചൊക്കെ ഒരുപാട് വാർത്തകളും മറ്റും കാണാൻ സാധിച്ചായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ NDRF, SDRF എന്ന് പറയുന്ന നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്നിങ്ങനെ ഒരു വലിയ ടീമിൻ്റെ ഒരു സംഘടിതമായിട്ടുള്ള വർക്കും മറ്റൊക്കെ നമ്മൾ കണ്ടായിരുന്നു തന്നെയായിരുന്നു. റെസ്ക്യൂ മിഷൻ നമ്മൾ കണ്ടായിരുന്നു തന്നെയായിരുന്നു. ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തകളും മറ്റൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. ജൂലൈ 21 ഉച്ച കഴിഞ്ഞ് 2 മണിയോടുകൂടി ഇന്ത്യൻ ആർമി അവിടെ എത്തിച്ചേരുകയും ഇന്ത്യൻ ആർമിയുടെ ബലാഗാവിൽ നിന്ന് വന്നേക്കുന്ന മറാത്ത ലൈറ്റ് ഇൻഫൻട്രി എന്ന് പറയുന്ന റെജിമെന്റാണ് ഈ ഒരു ഓപ്പറേഷനായിട്ട് വന്നിരുന്നത്. അവർ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു റെസ്ക്യൂ മിഷന്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് അർജുൻ എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. ഇതുവരെ വന്നേക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സിഗ്നലുകളായിരുന്നു ഈ ഒരു അർജുൻ ഉണ്ടെന്നുള്ള കാര്യത്തിനെ അനുമാനിച്ചുകൊണ്ട് കിട്ടിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനകത്തുള്ള 2 സിഗ്നലുകളും പിന്നീട് ലോസായി. 98% മണ്ണെല്ലാം മാറ്റിയേക്കുന്ന സമയത്ത് ആർമി സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മണ്ണിനടിയിൽ അർജുൻ ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്.
ഇപ്പോൾ വന്നേക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഗാവലി പുഴയുടെ അടിയിലായിരിക്കാം അർജുൻ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതും കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 40 മീറ്റർ അകലെ, കരയിൽ നിന്ന് 40 മീറ്റർ അകലെ പുഴയുടെ നടുക്ക് 8 മീറ്റർ താഴെയായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ലോറി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇതുവരെ വന്നേക്കുന്ന ഒരു റിപ്പോർട്ടുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അർജുൻ വെള്ളത്തിൻ്റെ അടിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അർജുൻ ജീവനോട് കൂടി തിരിച്ചു വരുമോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്നത്, ഒരു കുടുംബം മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരും കാത്തിരിക്കുന്ന സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അർജുൻ ജീവനോട് കൂടി തിരിച്ചു വരാനായിട്ടുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്ന വീഡിയോ പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ജീവിച്ചിരിക്കാനായിട്ട് ഭക്ഷണം വേണമെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അർജുനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോറിയുടെ അകത്ത് അത്യാവശ്യം ഭക്ഷണ സാധനങ്ങൾ മറ്റൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവുക എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മുമ്പേ തന്നെ കിട്ടിയ റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇനി ഭക്ഷണം ഇല്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ഭക്ഷണം എന്ന് പറയുന്ന സംഭവം ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും അർജുന് ഉദ്ദേശം ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും ജീവിച്ചിരിക്കാനായിട്ട് പറ്റുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതുവരെ വന്നേക്കുന്ന റിപ്പോർട്ടുകളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതുവരെ വന്നേക്കുന്ന ഒരു ടെസ്റ്റുകളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ആൻഡ്രസ് മിഹാവിക്സ് എന്ന് പറയുന്ന ഒരാൾ 18 ദിവസത്തോളം ഭക്ഷണം കഴിക്കാതെ ജീവിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് പറയപ്പെടുന്നത്. ഇത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. 1979 ഒരു ചാലഞ്ചായിട്ട് വെച്ചിരുന്ന ഒരു സമയത്ത് അങ്ങനെ കണ്ടെത്തിയിരുന്ന ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിരുന്നു. ഒരു മനുഷ്യന് 18 ദിവസത്തോളം ജീവിച്ചിരിക്കാനായിട്ട് പറ്റും എന്നൊരു കാര്യം തന്നെയാണ് പറയുന്നത്. ഈ 18 എന്നുള്ളത് ഒരു 10 ദിവസമായിട്ട് നമുക്ക് ചുരുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ 8ാം ദിവസത്തിലോട്ടാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. അതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ഫുഡില്ല എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹം മരണപ്പെടാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ അർജുനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്സിജനാണ്. ഓക്സിജൻ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു മനുഷ്യന് 5 മിനിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ, 5 എന്നല്ല പറയുന്നത് 2 മിനിറ്റ് പോലും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ മരണപ്പെടും എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ അർജുനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നമ്മൾ ലാസ്റ്റ് കണ്ടേക്കുന്ന വീഡിയോ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യൻ ഹാരിസൺ ഒക്കേനി എന്ന് പറയുന്ന ഒരാൾ രക്ഷപ്പെട്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈവൻ ദോ അദ്ദേഹം വെള്ളത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ, അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമുദ്രത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ അദ്ദേഹം ഉള്ള സമയത്തും അദ്ദേഹം രക്ഷപ്പെട്ടതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ സാന്നിധ്യം ആയിരുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു എയർ പോക്കറ്റ് കിട്ടിയിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. എയർ പോക്കറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം വലിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം, അതായത് വെള്ളത്തിൻ്റെ അടിയിലാണെങ്കിൽ പോലും കുറച്ച് സ്ഥലമെങ്കിലും വെള്ളം കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഓക്സിജൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, കാർബൺ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം കുറവും ഓക്സിജൻ്റെ സാന്നിധ്യം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം വലിക്കാനായിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അർജുൻ ജീവിച്ചിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഹാരിസൺ ഒക്കേനി എന്ന് പറയുന്ന ആൾ 3 ദിവസമാണ് ജീവിച്ചിരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വെറും ശ്വാസം മാത്രം വലിച്ചുകൊണ്ടാണ്. സ്വാഭാവികമായിട്ട് വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ വരും എന്നുള്ളൊരു കാര്യം അറിയാം. പക്ഷേ അദ്ദേഹത്തിന് നല്ലൊരു മനസാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, അർജുൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. കഠിനാധ്വാനം ചെയ്തേക്കുന്ന ഒരു നല്ലൊരു മനസാന്നിധ്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിൽ പവർ ഉള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വെള്ളത്തിൻ്റെ അടിയിൽ കുറച്ചെങ്കിലും ഒരു എയർ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എയർ പോക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശ്വാസം കിട്ടാനായിട്ട് സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. എനിവേസ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സിഗ്നൽ കിട്ടിയിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ട്. റഡാറിൻ്റെ സിഗ്നൽ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കരയിൽ നിന്ന് 40 മീറ്റർ അകലെ 8 മീറ്റർ താഴെയായിട്ട് ഗംഗാവലി പുഴയുടെ താഴെയായിട്ട് ഈ ഒരു ലോറിയുടെ സിഗ്നലാണ് എന്നുള്ളൊരു കാര്യമാണ് അനുമാനിക്കപ്പെടുന്നത്. രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള റെസ്ക്യൂ മിഷനൊക്കെ ഒരുപാട് ചെയ്തേക്കുന്ന ഒരാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് വരെ ചെയ്തേക്കുന്ന ആർമിയുടെ റെസ്ക്യൂ മിഷനിനകത്ത് അവർ യൂസ് ചെയ്തേക്കുന്ന ആ ഒരു റഡാർ പോലും കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ വേണ്ടത്ര രീതിക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇന്ത്യൻ നേവിയും ഇന്ത്യൻ ആർമിയും ഇപ്പോഴും അവിടെ ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് ഏറ്റവും ആശ്വസിക്കാനായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അവർ തിരിച്ചു പോകുമെന്നുള്ളൊരു കാര്യം മുമ്പേ തന്നെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഒരുപാട് പ്രഷർ മീഡിയയുടെ ഭാഗത്തുനിന്നും ആൾക്കാരുടെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് പ്രഷർ മറ്റൊക്കെ വന്നേക്കുന്ന കാരണം തന്നെ ഇന്ത്യൻ ആർമി അവിടെ നിലനിൽക്കും. നാളെ മുതൽ 8ാം ദിവസം മുതൽ സംഘടിതമായിട്ടുള്ളൊരു ഓപ്പറേഷനാണ് ഇവർ രണ്ടുപേരും കൂടി നടത്തുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കരയിൽ ആർമി വന്നേക്കുന്ന ഒരു സമയത്ത് തൊട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ടായിരുന്നു തീർന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്കറിയാം നാളെ മുതലുള്ള വർക്ക്, അതായത് 8ാം ദിവസം മുതലുള്ള വർക്ക് എന്ന് പറയുന്നത്, വെള്ളത്തിൻ്റെ അടിയിലുള്ള വർക്ക് എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളും മറ്റൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ തന്നെയാണ്. പക്ഷേ ആർമിയിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ നേവിയിലുള്ള അവരുടെ ഒരു എക്സ്പീരിയൻസിലുള്ള ഒരു വിശ്വാസം മറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 8ാം ദിവസം മുതലെങ്കിലും കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ നടക്കുമെന്നും ഈ ഒരു റെസ്ക്യൂ മിഷൻ കൃത്യമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാനും വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എനിവേസ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രശ്നം വന്നേക്കുന്ന സമയത്ത് നമ്മുടെ മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ്. കാരണം കേരളത്തിൽ നിന്നും ഒരുപാട് പേര് ഈ ഒരു റെസ്ക്യൂ മിഷൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി നമുക്കറിയാം NDRF എന്ന് പറയുന്ന നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, SDRF എന്ന് പറയുന്ന സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്നിങ്ങനെ ഒരുപാട് ഫോഴ്സുകളും പോലീസും ആർമിയും നേവിയൊക്കെ നിൽക്കുന്ന സമയത്ത് പോലും കേരളത്തിൽ നിന്നും ഒരുപാട് പേര് സ്വന്തമായിട്ട് തീരുമാനമെടുത്തുകൊണ്ട് 600 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ ഒരു സ്ഥലത്ത് പോയിക്കൊണ്ട്, ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിക്കൊണ്ട് റെസ്ക്യൂ മിഷൻ ഞങ്ങൾ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം നിലപാടെടുത്തുകൊണ്ട് പോയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
ഈ ഒരു വാർത്തകൾ കാണുന്ന സമയത്ത് മറ്റൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തൊക്കെ പ്രശ്നം കേരളത്തിനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് മലയാളികൾ എല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ളൊരു കാര്യം വീണ്ടും തെളിയിച്ചിരിക്കുകയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയും കൃത്യമായിട്ടുള്ള രീതിക്കുള്ള റെസ്പോൺസും അത്രയും കൃത്യമായിട്ടുള്ള രീതിക്കുള്ളൊരു നിലപാടുമുള്ള ആൾക്കാരാണ് മലയാളികൾ എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ 2018 എൻ്റെ വീട്ടിൽ വെള്ളം കയറിക്കുന്ന സമയത്ത്, നമ്മുടെ ഈ നാട്ടിൽ മൊത്തം വെള്ളം കയറിക്കുന്ന സമയത്ത്, അന്ന് ഈ നാട്ടിൽ ജാതിയോ മതമോ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ജോലി ചെയ്തുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് അന്ന് രക്ഷപ്പെടാനായിട്ടുള്ള മാർഗ്ഗം നോക്കിയേക്കുന്ന ഒരു അനുഭവം എനിക്കും വ്യക്തിപരമായിട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 2 ദിവസത്തിനുള്ളിൽ എങ്ങനെയും അദ്ദേഹത്തിന് കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ്, അർജുനെ കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ്. 10 മീറ്റർ നീളം 3 മീറ്റർ ഹൈറ്റുള്ളൊരു ലോറി കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഏറ്റവും വലിയൊരു പരാജയം കൂടിയാണ് എന്നുള്ളൊരു കാര്യം വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം ഇത്രയും വലിയൊരു സാധനം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ റെസ്ക്യൂ മിഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീമ്പിളക്കിയിട്ടൊന്നും കാര്യമില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആർമിയിൽ ഒരു വിശ്വാസമുണ്ട്, ആർമി തിരിച്ചു പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ആർമി തിരിച്ചു പോകുന്നുള്ളൊരു കാര്യം പറഞ്ഞെങ്കിലും ആൾക്കാർ പ്രതിഷേധമുണ്ടായ കാരണം തന്നെ ആർമി തിരിച്ചു പോകുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേവി കൂടി വരുന്ന സമയത്ത് നാളെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് എക്യുപ്മെൻറ്റുകളും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നാളെ ഈ ഒരു റെസ്ക്യൂ മിഷൻ നടത്തുന്ന സമയത്ത് അർജുനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജീവനോട് കൂടി തന്നെ അദ്ദേഹം വരട്ടെ എന്നുള്ളൊരു കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു കുടുംബത്തിൻ്റെ അത്താണി എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, എനിക്ക് അദ്ദേഹം എൻ്റെ ആരുമല്ല, എൻ്റെ ബ്ലഡല്ല, എൻ്റെ ബന്ധുവല്ല, ഒന്നുമല്ല. പക്ഷേ ഞാൻ ഓരോ നിമിഷവും ഓരോ വാർത്തകൾ ഇങ്ങനെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ, ഓരോ നിമിഷം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മറ്റെന്തോ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരട്ടെ എന്നുള്ളൊരു കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ ഒരു അവസ്ഥയിൽ നിന്നും കരകയറാനായിട്ട് സാധിക്കട്ടെ അതിനുള്ളൊരു ശക്തി ദൈവം കൊടുക്കട്ടെ എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണെങ്കിലും അദ്ദേഹത്തിനെ കുറിച്ചുള്ള അദ്ദേഹം തിരിച്ചു വരുമ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് സി യു അഗെയിൻ. നല്ലൊരു ശുഭവാർത്തയായിട്ട് നല്ലൊരു വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.